മുഖ്യമന്ത്രിയുടെ അറിവോടുകൂടി CPM പ്ലാൻ ചെയ്ത് നടത്തുന്ന ഒരു ഭൂരിപക്ഷ വർഗീയവാദത്തിന്റെ തുടർച്ചയാണ്. ഇത് മുഖ്യമന്ത്രി ആദ്യം പറഞ്ഞതാണ്. ഡൽഹിയിലെ പത്രസമ്മേളനത്തിൽ അദ്ദേഹം പറഞ്ഞതാണ്. ഒരു ഇംഗ്ലീഷ് പത്രത്തിൽ കൊടുത്ത പത്രസമ്മേളനത്തിൽ മലപ്പുറത്തെക്കുറിച്ച് പരാമർശം ആദ്യം തുടങ്ങിയത് മുഖ്യമന്ത്രിയാണ്. അതിനു മുമ്പ് മുഖ്യമന്ത്രിയുടെ PR ഏജൻസി ഡൽഹിയിലെ മാധ്യമങ്ങൾക്ക് മുഴുവൻ ഒരു ലഘു വിവരണം കൊടുത്തു ഇതിനെ സംബന്ധിച്ച്. അതിനുശേഷം ആ കൊടുത്ത ലഘു വിവരണം മുഖ്യമന്ത്രി ഒരു ഇന്റർവ്യൂവിൽ ആവർത്തിച്ചു. പിന്നീട് അത് നിഷേധിച്ചു. മുഖ്യമന്ത്രി കൊടുത്ത ഇന്റർവ്യൂ ആ പത്രവും പറഞ്ഞു മുഖ്യമന്ത്രി കൊടുത്തതാണ്, പിന്നീട് നിഷേധിച്ചാണ്. അത് വീണ്ടും കേരളത്തിൽ വന്ന് ചില സമുദായ നേതാക്കളെ കൊണ്ട് പറയിപ്പിച്ചു. അതിനുശേഷം പഴയ മുൻ മന്ത്രി AK ബാലന്റെ ഞെട്ടിക്കുന്ന പ്രസ്താവന വന്നു. ഇതേ സീരീസിലാണ് എല്ലാം. അതിനുശേഷമാണ് ഏറ്റവും അവസാനത്തത് സജി ചെറിയാനോ വന്നിരിക്കുന്നത്. കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ, ഭരണചരിത്രത്തിൽ ഒരു മന്ത്രിയോ ഒരു രാഷ്ട്രീയ നേതാവോ നടത്താത്ത ഞെട്ടിക്കുന്ന പരാമർശമാണ് സജി ചെറിയാൻ നടത്തിയത്. ജയിച്ചു വന്നവരുടെ ജാതി നോക്കാനാണ് പറഞ്ഞത്. ജയിച്ചു വന്നവരുടെ ജാതി, 2 ജില്ലകളിൽ ജയിച്ചു വന്നവരുടെ ജാതി നോക്കാൻ കേരളത്തിൽ ഒരു മന്ത്രി ഇരിക്കുകയാണ്. ഭരണഘടനാ ലംഘനമാണ് നടത്തിയത്. സത്യപ്രതിജ്ഞാ ലംഘനം നടത്തിയിട്ടാണ് ആ മന്ത്രി അവിടെ ഇരിക്കുന്നത്. അദ്ദേഹം അവിടെ ഇരിക്കാൻ യോഗ്യനല്ല. ഒരു പ്രാവശ്യം ഇറങ്ങിപ്പോയതാണ്. ഭരണഘടനയ്ക്ക് വിരുദ്ധമായി സംസാരിച്ചതിന് വീണ്ടും കൊണ്ടുവന്ന് വെച്ചത് പറയിപ്പിക്കുകയാണ്. ഇത് പറഞ്ഞിട്ട് എത്ര മണിക്കൂറായി? അതൊന്ന് തിരുത്തിക്കാനോ അത് തെറ്റാണ് എന്ന് പറയാനോ തയ്യാറായില്ല എന്നത് ഏറ്റവും ഞെട്ടിക്കുന്ന ഒരു വിവരമാണ്.